പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. അവസാനവട്ട പ്രചാരണത്തിലേക്ക് ഓരോ മുന്നണികളും നീങ്ങുകയാണ്. ഇപ്പോൾ ബിജെപിയുടെ നഗരസഭാ കൗൺസിലർമാർ പങ്കെടുക്കുന്ന റാലി നടക്കുകയാണ്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുൺ ഇപ്പോൾ എവിടെയാണുള്ളത്? ബിജെപിയുടെ റാലി ഏതുവരെ എത്തി? കൃഷ്ണരാജ്, പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിനിടെ സന്ദീപ് വാര്യർ ബിജെപിയിൽ നിന്നും മാറിയത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് നഗരസഭയുടെ ഭരണം അട്ടിമറിക്കാൻ പോകുന്നു എന്നൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ വീരവാദം മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാൾ പോലും തങ്ങളിൽ നിന്നും പോവില്ല എന്ന് കാണിച്ചുകൊണ്ട് പാലക്കാട് നഗരസഭയിലെ 28 കൗൺസിലർമാരെയും അണിനിരത്തിക്കൊണ്ട് ബി.ജെ.പി ഒരു റാലി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും നഗരസഭയിലേക്ക് നടത്തി. ഇപ്പോൾ ആ കൗൺസിലർമാരുടെ 28 കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ നഗരസഭയ്ക്കകത്ത് പ്രചാരണം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഴുവൻ കൗൺസിലർമാരെയും അണിനിരത്തിക്കൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോൾ ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നഗരസഭയിലെ ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ ഓരോ കൗൺസിലർമാരും എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസിന്റെ ആ ഒരു നഗരസഭ കൃത്യമായ മറുപടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്, അല്പം മുമ്പ് കണ്ടതും. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അതുതന്നെയാണ് കോൺഗ്രസ് അത്തരത്തിൽ നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ബി.ജെ.പി പാളയത്തിൽ നിന്ന് ഒരാൾ പോലും പോവില്ല എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ് ബി.ജെ.പി. 28 കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് സി കൃഷ്ണകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. ഈ കോൺഗ്രസ് വലിയ രീതിയിൽ നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ പോകുന്നു, കെ.സി. വേണുഗോപാൽ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു, അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ 28 കൗൺസിലർമാരെയും അണിനിർത്തിക്കൊണ്ടാണ് പ്രചാരണം. കെ.സി. വേണുഗോപാൽ ഈ രാജ്യം മുഴുവൻ അട്ടിമറിക്ക് നടന്നിട്ട് കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? ഒരു കാലത്ത് രാജ്യം ഭരിച്ച കോൺഗ്രസ് ഇന്ന് ഈ രാജ്യത്ത് ഒന്നുമല്ലാതാക്കിയതാരാ? രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലുള്ള കൂട്ടുകെട്ടാണ് കോൺഗ്രസിന് ഇത്രയും താഴേക്ക് എത്തിച്ചത്. കേരളത്തിൽ ആ കൂട്ടുകെട്ട് ശക്തമായിട്ട് രംഗത്ത് വരണം ഞങ്ങൾ പറയുന്നത്. കാരണം ഓരോ ദിവസവും കോൺഗ്രസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. പാലക്കാട് കെ.സി. വേണുഗോപാലാണ് നേതൃത്വം നൽകുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇത്തവണ ഞങ്ങൾ ചരിത്ര വിജയമാണ്, ചരിത്ര ഭൂരിപക്ഷത്തിലാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. സന്ദീപ് വാര്യർക്ക് പിന്നാലെ കുറേ കൗൺസിലർമാരൊക്കെ മാറാൻ പോവുകയാണ് എന്നൊക്കെ ആയിരുന്നു അവരുടെ പ്രചാരണം. കോൺഗ്രസ് കൗൺസിലർമാരായിരിക്കും, ബി.ജെ.പി കൗൺസിലർമാരല്ല, കോൺഗ്രസിൻ്റെ കൗൺസിലർമാരായിരിക്കും. അവരെയൊക്കെ പറ്റിയിട്ടായിരിക്കും പറഞ്ഞത്. അവർ പോലും പിന്നാലെയില്ല. ഇപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ 28 കൗൺസിലർമാരും സി കൃഷ്ണകുമാറിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുകയാണ്. 28 കൗൺസിലർമാർ അവസാനത്തെ ബി.ജെ.പി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകനും സജീവമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഈ തവണ വിജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവസാന ഘട്ടത്തിലും വലിയ ആത്മവിശ്വാസം തന്നെയാണ്. 100% ജനങ്ങൾക്ക് എന്താണ് വികസനം എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ഞങ്ങളിവിടെ ഭരണത്തിൽ വന്ന ശേഷം. 3 പഞ്ചായത്തുകൾ നിങ്ങൾ പോയി കാണണം, കുടിവെള്ളം പോലും ഇല്ല, നടക്കാൻ റോഡില്ല, ലൈഫ് പദ്ധതിയിൽ വീടിന് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം ഇതെല്ലാം അവർ തിരിച്ചറിയുന്നുണ്ട്. നഗരത്തിൽ എവിടെയെങ്കിലും കുടിവെള്ളക്ഷാമമുണ്ടോ? ഏത് പ്രദേശത്ത് പോയിട്ടും ഞങ്ങൾക്ക് ചോദിക്കാമല്ലോ കുടിവെള്ളക്ഷാമമുണ്ട്. അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും. അത് ബി.ജെ.പി ഭരിക്കാൻ തുടങ്ങിയ ശേഷമാണ് പാലക്കാട് നഗരത്തിൽ കുടിവെള്ള പ്രശ്നമില്ലാതെ അമൃത് പദ്ധതി. കൗൺസിലർമാർ കൂടെ ചേരുകയാണ്. നിങ്ങളൊക്കെ വലിയ ആവേശത്തോടു കൂടെയാണ് വലിയ ഈ സന്ദീപ് വാര്യരുടെ പിന്നാലെ കുറേ കൗൺസിലർമാർ മാറുന്നു എന്നൊക്കെ പ്രചാരണം നടക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പോകില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൃഷ്ണകുമാരോടൊപ്പം തന്നെ ഉണ്ടാവും. നമുക്കൊരു പ്രശ്നമേ ഇല്ല. ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ഞങ്ങൾ കൃഷ്ണകുമാറേട്ടനാണ്. ഇതിനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനിയും ഞങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാണ്. എന്തായാലും 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സ്വന്തം കൃഷ്ണകുമാറേട്ടൻ വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 28 പേരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. അതെ, ഒറ്റക്കെട്ട് തന്നെയാണ്. ഞങ്ങൾ പാലക്കാടിനെ കുട്ടിച്ചോറാക്കാൻ വിട്ടുകൊടുക്കുകയില്ല. ഞങ്ങൾ 100% വിജയിച്ചിരിക്കും. നഗരസഭയുടെ ചെയർപേഴ്സൺ കൂടെ ചേരുന്നുണ്ട്. വിമല ചേച്ചി, ഈ നഗരസഭയുടെ ഭരണം അട്ടിമറിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കേണ്ടായിരുന്നത്. അതൊരിക്കില്ല. എല്ലാവരും ആദർശശുദ്ധിയുള്ള കൗൺസിലർമാരാണ് ഇവിടെ ഉള്ളത്. എല്ലാം ആദർശം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു കാരണവശാലും ഞങ്ങളുടെ കൗൺസിലർമാർ സന്ദീപ് വാര്യരുടെ കൂടെ പോവില്ല എന്ന് ഉറപ്പ് തരുന്നു. അവസാന മിനിറ്റിലും ആ പ്രചാരണം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടയിലെ വെടിപൊട്ടിക്കും. അതിനൊന്നും നിങ്ങളെ പോലെ മാധ്യമ പ്രവർത്തകർ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ബി.ജെ.പി വോട്ട് ക്യാൻവാസ് ചെയ്ത് പെട്ടിയിലാക്കുന്ന അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണല്ലോ എല്ലാ തവണയും അവസാന ലാപ്പിൽ എന്തെങ്കിലും ഒരു ഗുണ്ടാവണ്ടി ഒപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥിരം പരിപാടിയല്ല. ഇനി CPM-ഉം കോൺഗ്രസും കൂടെ അഡ്ജസ്റ്റ്മെന്റ് ആവാതിരുന്ന ഭാഗ്യം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ആ കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള പ്രചാരണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അരുൺ ആലത്തൂർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനിയും അരുണിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം സി കൃഷ്ണകുമാർ ഇപ്പോൾ നഗരസഭയിൽ വോട്ട് ചോദിച്ചെത്തുന്നു. മുഴുവൻ ബി.ജെ.പി കൗൺസിലർമാരെയും ഒപ്പം ചേർത്ത് പിടിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ റോഡ് ഷോ
റാലി അവിടെ നടന്നത്. പരസ്യപ്രചാരണം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് BJPയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. പക്ഷേ അതിങ്ങനെയാണ് മറുപടി നൽകുന്നത് BJP. മുഴുവൻ നഗരസഭാ കൗൺസിലർമാരെയും കൂടെ നിർത്തി C. കൃഷ്ണകുമാർ പ്രചാരണം സജീവമാക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ കാണാം. അരുണ്, ഇന്ന് BJPയുടെ ഇന്ന് കൊട്ടിക്കലാശ ദിവസമാണ്. പരസ്യപ്രചാരണം 6 മണിക്ക് അവസാനിക്കും. അതുവരെയുള്ള BJPയുടെ സ്ഥാനാർത്ഥിയുടെ BJPയുടെ ഒക്കെ പ്രവർത്തന പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ് കൊട്ടിക്കലാശത്തോടനുബന്ധിച്ചുള്ള BJPയുടെ ആ ഒരു റാലി ആരംഭിക്കുന്നത്. 2 മണിക്ക് മേലാമുറിയിൽ നിന്നാണ് ഈ കൊട്ടിക്കലാശം സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഒരു അവസാന പ്രചാരണ പരിപാടി ആരംഭിക്കുക. അത് പാലക്കാട് മേലാമുറി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കുന്ന തരത്തിലാണ് നിലവിൽ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഓരോ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മറ്റും കേന്ദ്രീകരിച്ചുള്ള പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭയും ഒപ്പം മാത്തൂർ, പിരായിരി, കണ്ണാടി തുടങ്ങിയ പഞ്ചായത്തുകളും പാലക്കാടുണ്ട്. ഈ പഞ്ചായത്ത് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ ഓരോ കൊട്ടിക്കലാശം, അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രമാണ് ഈ ഒരു കൊട്ടിക്കലാശത്തോടനുബന്ധിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ BJP ഓരോ പഞ്ചായത്ത് കേന്ദ്രങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശത്തിൻ്റെ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏതായാലും BJP ക്യാമ്പുകളിൽ വലിയ ആത്മവിശ്വാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പാലക്കാട് BJPയിലെ കൗൺസിലർമാരെയൊക്കെ ഇപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെ തരത്തിൽ ചില മാധ്യമങ്ങൾ അത്തരത്തിലുള്ള പ്രചാരണം വ്യാപകമായിട്ട് നടത്തിയിരുന്നു. സന്ദീപ് വാര്യരോടൊപ്പം തന്നെ ഒരുപാട് കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് പോയി പാലക്കാട് നഗരസഭയിൽ BJPയുടെ ഭരണം തന്നെ പോകാൻ പോകുന്നു എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില മാധ്യമങ്ങൾ പ്രചാരണം നടത്തിയത്. പക്ഷേ അതിലൊക്കെ കൃത്യമായൊരു തിരിച്ചടി ഈ ഒരു കൊട്ടിക്കലാശം ദിവസം BJP കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. കൃത്യം പാലക്കാട് നഗരസഭയിലെ 28 കൗൺസിലർമാരെയും അണിനിരത്തിക്കൊണ്ടുള്ള ആ ഒരു പ്രചാരണം ഇപ്പോഴേതായാലും ഈ കൊട്ടിക്കലാശത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയിൽ വൈസ് ചെയർമാനായിരുന്നു നിരവധി കാലം. അദ്ദേഹം ഈ നഗരസഭയിൽ പാലക്കാട് നഗരസഭയിൽ കൗൺസിലറായിരുന്നു. അതിലേക്കാണ് ഞാൻ വരാനിരുന്നതും. അതായത് 2 വട്ടം ഇടത് കോട്ടയിൽ ചെന്ന് ഇടതു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി പാലക്കാട് നഗരസഭാ കൗൺസിലറാകുന്നു. അടുത്ത വട്ടം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നഗരസഭാ അധ്യക്ഷന് നേരെ പോയി മത്സരിക്കുന്നു, അവിടെയും ജയിക്കുന്നു. ആ ജനപ്രിയത, ആ സ്വീകാര്യത തന്നെയാണോ ഇപ്പോഴും പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും ആ മുഖത്തു കാണുന്ന ആത്മവിശ്വാസത്തിന് പിന്നിൽ? തീർച്ചയായിട്ടും കൃഷ്ണരാജ് പറഞ്ഞ പോലെ തന്നെ ഈ പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ കൗൺസിലറായിരിക്കുമ്പോൾ തന്നെ C. കൃഷ്ണകുമാർ ആദ്യം കോൺഗ്രസിൻ്റെ വാർഡിൽ മത്സരിച്ചു, ആ വാർഡ് പിടിച്ചെടുത്തു. അതിനുശേഷം ഇടതുപക്ഷത്തിൻ്റെ വാർഡിൽ മത്സരിച്ചു, ആ വാർഡും പിടിച്ചെടുത്തു. പിന്നീട് ഈ വാർഡുകളൊക്കെ BJPയുടെ ഒരു കുത്തക വാർഡുകളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാവുക. അതിനൊപ്പം തന്നെ മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃത്വത്തിലാണ് ചരിത്രത്തിലാദ്യമായി, കേരളത്തിൽ ആദ്യമായി BJP ഒരു നഗരസഭയിൽ അധികാരത്തിലെത്തുന്നത് പാലക്കാട് നഗരസഭയിലാണ്. ആ നഗരസഭയിലെ അധികാരത്തിലേക്ക് BJPയെ എത്തിച്ചത് ഉൾപ്പെടെ C. കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രവർത്തന പരിചയമുള്ള അദ്ദേഹം പിന്നീട് വൈസ് ചെയർമാൻ, നഗരസഭയുടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയായി. ആ വൈസ് ചെയർമാനായിരുന്ന കാലയളവിലാണ് അമൃത് പദ്ധതി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്. ഏതായാലും പാലക്കാട് നഗരസഭയിലെ അമൃത് പദ്ധതി എന്നുള്ളത് വലിയ രീതിയിലുള്ള മാറ്റത്തിന് വഴിവെച്ച ഒരു പദ്ധതിയാണ്. നഗരത്തിലെ മലമ്പുഴയിൽ നിന്നുള്ള കുടിവെള്ള പൈപ്പുകൾ മുഴുവനായിട്ടും മാറ്റുകയുണ്ടായി. ആ കുടിവെള്ള പൈപ്പുകൾക്കൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങളിലുള്ള എല്ലാ കുടിവെള്ള പ്രശ്നങ്ങളും പൂർണ്ണമായും പരിഹരിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു പ്രവർത്തനം ഉണ്ടായത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം എന്നുള്ളതാണ്. നിലവിൽ അതായത് ഇപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ നഗരസഭയ്ക്ക് അകത്തു നിന്നും പുറത്തേക്ക് വരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കൗൺസിലർമാരുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൗൺസിലർമാരും ഇപ്പോൾ നഗരസഭയ്ക്ക് അകത്തു നിന്നും പുറത്തേക്ക് പ്രചരണത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
എല്ലാവരും വലിയ ആത്മവിശ്വാസത്തോടു കൂടെ തന്നെയാണ് ശരി ഈ ഒരു ശരി അരുൺ ആലത്തൂർ, അദ്ദേഹം ഇനിയും പ്രചാരണ രംഗത്ത് സജീവമാകും. ശരി, ചോദിച്ചോളൂ. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ പ്രിയാജയൻ്റെ പേര് പറഞ്ഞൊക്കെ ആയിരുന്നു കുറേ ആളുകൾ, പ്രത്യേകിച്ച് ചില ചാനലുകളൊക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതായിരുന്നു. അല്ല, അവർക്ക് ആ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്വം പോലെ അവർ ഏറ്റെടുത്തിരിക്കുക. വെറും അഭ്യൂഹം മാത്രമാണ്. കാരണം ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൃഷ്ണകുമാരേട്ടൻ്റെ കൂടെ തന്നെയാണ്, മുഴുവനായിട്ടും ഉള്ള പര്യടനത്തിന് എല്ലാത്തിലും കൂടെ ഉണ്ട്. 100% വിജയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയേറെ BJP എന്ന ഒരു പ്രസ്ഥാനത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് ഫീൽഡിൽ പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായും. അങ്ങനെയാണ്. ഏതായാലും എല്ലാ കൗൺസിലർമാരുടെയും നേതൃത്വത്തിലുള്ള പ്രചാരണമാണ്. ഇപ്പോൾ മുതിർന്ന കൗൺസിലർ നടേശൻ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം? എവിടെ നിൽക്കണം? ഇവിടെ നിന്നാ പോരെ. കൃഷ്ണന്മാർ ഇവിടെ നിൽക്കേ. കൃഷ്ണൻ പറഞ്ഞു പറ, എടുക്ക്. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഈ അവസാന ഘട്ടത്തിൽ? നമ്മൾ പരിപൂർണമായ വിജയത്തിൻ്റെ പടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മൾ 100% നമ്മുടെ വിജയം ഉറപ്പാണ്. ഇന്ന് കേരളത്തിലെ സമസ്ത വിഭാഗ ജനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുഭവമുള്ള മുഴുവൻ ആൾക്കാരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. മറ്റുള്ള എവിടെ എന്താവട്ടെ, പാലക്കാട് ജയിക്കണം. അത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടനവധി ആൾക്കാരുടെ അണ്ണാറക്കണ്ണൻ തന്നാലായതുപോലെ ഒരുപാട് ആൾക്കാരുടെ കഠിന പ്രയത്നം, ആ ഒരു പ്രയത്നം കൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പാലക്കാട് കടന്നുകൂടുന്നുള്ളതിൽ ഒരു ഞാൻ 1.25 വർഷമായിട്ട് അസുഖമായിട്ട് ഞാൻ വീട്ടിൽ കിടക്കുകയാണ്. പക്ഷേ വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓരോ ദിവസവും ഇറങ്ങണം എന്നുള്ളത്. ഇന്ന് ഇറങ്ങിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അസുഖമായിട്ട് പോലും ഞാനിവിടെ വന്ന ആ ഒരു രീതിയിൽ ഞാൻ അസുഖമായിട്ട് വീട്ടിൽ കിടക്കുകയാണെങ്കിലും ആ രീതിയിലൊരു പ്രവർത്തനം വളരെ ഇത് നടക്കുന്നുണ്ട്. എന്തായാലും കൃഷ്ണകുമാർജി ഇവിടെ ജയിക്കും. അതിന് ജഗദീശ് ഇനി മാറുന്നു കഴിഞ്ഞാൽ കൗൺസിലർ വിട്ടുനിന്നു എന്ന തരത്തിൽ വ്യാജ വാർത്തകൾ എനിക്ക് ഇന്നലെ തന്നെ 10 ചാനലുകാർ ഒരുപാട് വിളിച്ചു, പോയോ ചോദിച്ചു. ഞാൻ അതാ ഷർട്ടിട്ട് നിൽക്കേണ്ട ഇപ്പം തന്നെ പോവുകയാണ്. കൗൺസിലർമാരെ കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോവുകയാണ്, നഗരസഭ പോകാൻ അട്ടിമറിക്കാൻ പോവുകയാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് വന്നപ്പോൾ ഒരു മൊബൈലിൽ എടുത്തിട്ടുണ്ട്, ഭാര്യാഗ്രഹേ പരമസുഖേ 4 ദിവസം കഴിഞ്ഞാൽ നായിക്ക് സമന്നാണ് പറയുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് 4 ദിവസം വറുത്തിട്ടും പൊരിച്ചിട്ടും 5ാമത്തെ ദിവസം പിന്നെ കഞ്ഞിവെള്ളമാണ്. അതുമാതിരിയുള്ള കേസാണ്. ഇപ്പോൾ ഇവിടുന്ന് പോയവർക്ക് ഇതിനേക്കാളും മഹാന്മാർ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പോയ ചരിത്രമുണ്ട്. പോയവർക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കർണാടകയിൽ നിന്ന് പഴയ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അയാൾ പോയ സ്പീഡിൽ അതേ സ്പീഡിൽ തിരിച്ചു വരികയാണ് ഉണ്ടായത്. എന്താ മുഖ്യമന്ത്രിയുടെ പേര്? വെറുതെ നമ്മുടെ ആളുടെ പേര് പറയാതെ ജഗദീഷ് ഷട്ടാർ. ഇത് യെദ്യൂരപ്പൻ, അയാൾ നമ്മുടെ ഒരാളാണ്. അയാളുടെ പേര് വെറുതെ വലിക്കുന്നു. ജഗദീഷ് ഷട്ടാർ കോൺഗ്രസ് പോയി കോൺഗ്രസ് സീറ്റിൽ നിന്നു. ജനം അയാളിനെ തിരസ്കരിച്ചു. അവിടെ BJPയുടെ സാധാരണ ഒരാളാണ്, പ്രവർത്തകനാണ് അവിടെ ജയിക്കാനുണ്ടായത്. അയാൾ പോയ സ്പീഡിൽ കോൺഗ്രസ് പോയി എന്താണ് ഈ മഹത്വമൊന്നും അവിടെ കിട്ടാൻ പോകുന്നില്ല. പോയവർ തിരിച്ചു വരും. അപ്പം നേരത്തെ പറയുമ്പോൾ അനീഷ് ജിയാണ് അത് ഏറ്റവും അധികം വൈറലാക്കി. തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ അദ്ദേഹം അത് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേക ഒരു ലല്ലിയാണ്. അനീഷ് കുമാർ അദ്ദേഹം ഈ അവസാന ഘട്ടത്തിൽ കൗൺസിലർമാരെയൊക്കെ അണിനിരത്തിയുള്ള പ്രചാരണം നടത്തുകയാണ്. കൃത്യമായിട്ടൊരു എന്താണ് BJP പാലക്കാട് നഗരസഭയിൽ എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും ഇത്തവണ ഒരു സംശയം വേണ്ട, റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കൃഷ്ണകുമാർജി ഇവിടെ ജയിക്കും. പാർട്ടി ഒറ്റക്കെട്ടാണ്, ഒരേ മനസ്സോടുകൂടി എണ്ണയിട്ട യന്ത്രം പോലെയാണ് പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 23-ാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മനസ്സിലാവും. ഏതായാലും സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാലക്കാട് നഗരസഭയിൽ ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ കൗൺസിലർമാരെയും അണിനിരത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് ഇപ്പോൾ നഗരസഭയിൽ പുരോഗമിക്കുന്നത്. കൃഷ്ണരാജ്, ശരിയാണ്. മുഴുവൻ കൗൺസിലർമാരെയും രോഗബാധിതനായി കിടന്ന ആൾ പോലും ഒരു സംശയവും വേണ്ട, ഞാൻ കൃഷ്ണകുമാറിനൊപ്പമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ആ റാലിയിൽ പങ്കെടുക്കുകയാണ്. BJP ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുവെന്ന് എല്ലാവരും പറയുന്നുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് ശ്രീ കൃഷ്ണകുമാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.